നമസ്കാരം. പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ ഏറ്റെടുത്ത് നടത്തുന്നതിൻ്റെ ഒപ്പം തന്നെ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളും വേണ്ട വിധത്തിൽ നിവർത്തിക്കുന്ന പക്ഷം പക്ഷേ മിക്ക ദിവസങ്ങളിലും എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്ത് വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവുകയും വിദഗ്ധമായുള്ള പരിശോധനകൾ നടത്താം എന്ന ധാരണയോടുകൂടി ഇങ്ങനെ പരിശോധന നടത്തുന്നതിൻ്റെ വെളിച്ചത്തിൽ ചില സാംക്രമിക രോഗങ്ങളുടെ പ്രാരംഭമാണ് എന്നും പകർച്ചവ്യാധിക്ക് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനി മുതൽ യാത്രകളെല്ലാം തൽക്കാലത്തേക്ക് ഒരു മാസത്തേക്ക് ഒഴിവാക്കിക്കൊണ്ട് ജോലി ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കഴിഞ്ഞ വർഷം 2023 പകുതിയോടുകൂടി ഏറ്റെടുത്ത പല കരാറു ജോലികളിലും പ്രതീക്ഷിച്ച പോലെ നേട്ടങ്ങളൊന്നുമില്ല എങ്കിൽ നഷ്ടകഷ്ടങ്ങളൊന്നുമില്ല, ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നതൊഴിച്ച് ബാക്കി പ്രത്യേകിച്ചൊന്നും നേട്ടമില്ല. എന്തായാലും ഈ വരുന്ന ജൂൺ മാസത്തിന് ശേഷവും പുതിയതായിട്ടുള്ള കരാർ ജോലികൾ ഏറ്റെടുക്കുവാൻ തക്കവണ്ണമുള്ളൊരു അവസരം ഉണ്ടാവും. ഇനി ഏറ്റെടുക്കുന്നതിൽ ഇത്രയും കാലത്തെ പ്രവൃത്തി പരിചയം, ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ടുള്ള കർമ്മമണ്ഡലങ്ങൾ ഇവയെല്ലാം തന്നെ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനി ക്രിയാത്മകമായി പ്രയത്നിക്കാം, പ്രവർത്തിക്കാം, ഫലമുണ്ടാവും എന്ന ആത്മവിശ്വാസത്തോടുകൂടി പുതിയ കരാർ ജോലികളിൽ ഒപ്പുവയ്ക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ആദർശങ്ങളൊക്കെ നല്ലതാണ് എങ്കിൽ പോലും സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കുവാനായിട്ട് ചില കാര്യങ്ങളൊക്കെ ചില സഹിഷ്ണുതയും ക്ഷമയും എല്ലാം വേണ്ടി വരുവാനിടയുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വ്യായാമത്തിന് പ്രാധാന്യം നൽകുകയും ഭക്ഷണ ക്രമീകരണങ്ങൾ അനുവർത്തിക്കുകയും ചെയ്യുന്നത് വഴി വളരെ ആശ്വാസമുണ്ടായിത്തീരും. പലപ്പോഴും അർത്ഥശൂന്യമായിട്ടുള്ള പല കാര്യങ്ങളുമായതുകൊണ്ട് ഇനി മുതൽ ഈ വക വിഷയങ്ങളിൽ നിന്നെല്ലാം പിന്മാറി അർത്ഥപൂർണമായിട്ടുള്ള ആശയങ്ങളോട് ബന്ധപ്പെട്ട് പ്രയത്നിക്കാനും പ്രവർത്തിക്കാനുമുള്ളൊരവസരം ഉണ്ടാകുന്നതും അതിനുവേണ്ടി എല്ലാ പ്രകാരത്തിലും സജ്ജമാകുന്നതിൻ്റെ വെളിച്ചത്തിൽ വേണ്ടപ്പെട്ടവരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ നിന്നും കഴിഞ്ഞ 2 വർഷം മുമ്പ് ജന്മനാട്ടിൽ വന്ന് സ്വന്തമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും ചെയ്തു നോക്കി. ചിലത് പണം മുതൽ മുടക്കാതെയും ചിലത് പണം മുതൽ മുടക്കിയും കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെട്ടു. ചിലത് ജോയിൻറ്റ് വെഞ്ചറുകൾ, സംയുക്ത സംരംഭങ്ങളിൽ ഏർപ്പെട്ടു. പക്ഷെ ഒന്നിലും വിജയം കൈവരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് സുഹൃത്തിനോട് കാര്യങ്ങളെല്ലാം പറയുകയും ആദ്യം തിരികെ പോകുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. നഷ്ടകഷ്ടങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നേട്ടങ്ങൾ വളരെ കുറയും എന്ന ധാരണയോടുകൂടി തന്നെ ഇങ്ങനൊരു ധാരണ, നേട്ടങ്ങൾ വളരെ കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പക്ഷേ ജൂൺ ജൂലൈ ആയിട്ട് വിദേശത്തേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ള അവസരത്തെ സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. നിലവിലുള്ള ജോലിയിൽ ഇനി മുതൽ അനന്ത സാധ്യതകൾ കുറവാണ്, സ്ഥാനക്കയറ്റം കുറയും എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. പണം കടം കൊടുക്കുന്നതും കടം വാങ്ങിക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട്. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടുള്ള സമീപനം വേണ്ടി വരുവാനിടയുണ്ട്. പിതൃതുല്യനായ ബന്ധുവിൻ്റെ അകാല വിയോഗം മനോവിഷമത്തിന് വഴിയൊരുക്കുവാനിട വരുമെങ്കിൽ പോലും പ്രകൃതി നിയമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. മാതാപിതാക്കളുടെ നിർബന്ധത്താൽ ഗൃഹത്തിന് വാസ്തുശാസ്ത്രപ്രകാരം പരിവർത്തനങ്ങൾ നടത്തുകയും അതിനുവേണ്ടി സ്വല്പം പണച്ചെലവ് ഉണ്ടെങ്കിൽ പോലും തയ്യാറാകുന്നത് പക്ഷേ ഗുണകരമായി തീരുവാനും ഭാവിയിലേക്ക് നേട്ടമുണ്ടാകുവാനും ഉപകരിക്കുവാൻ ഇടയുണ്ട്. വിഭാവനം ചെയ്ത പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും മറ്റൊരാൾ പണം മുതൽ മുടക്കി അതിൻ്റെ ഉപവിഭാഗം ഏറ്റെടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഭരണ ചുമതലകൾ ഏറ്റെടുക്കുക, ഇങ്ങനൊരു അവസരത്തെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഒരുപക്ഷെ ഉദാസീന മനോഭാവം വർദ്ധിക്കുവാനിടയുണ്ട്. പലപ്പോഴും ഇനി മുതൽ നടക്കുന്ന 2-3 മാസങ്ങളിലായിട്ട് നടക്കുന്ന പരീക്ഷകളിൽ
ആത്മവിശ്വാസക്കുറവുള്ള പരാജയമൊന്നും സംഭവിക്കില്ല എന്നിരുന്നാൽ പോലും വിജയശതമാനം കുറയും എന്ന ധാരണയോടുകൂടി തന്നെ എന്തായാലും അഹോരാത്രം പഠിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ആദ്യ ധാരാളം ഇരുന്ന് പഠിക്കാനുള്ളൊരു അവസരത്തെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. എല്ലാ കാര്യങ്ങളിലും ഒരു തന്മയത്വത്തോടു കൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കാൻ മാനസികമായി തയ്യാറാകുമെങ്കിൽ പോലും സഹപ്രവർത്തകരിൽ നിന്നും കീഴ് ജീവനക്കാരിൽ നിന്നുള്ളൊരു സമീപനം മുമ്പുണ്ടായിരുന്ന പോലെ തന്നെ കുറച്ച് മുൻകോപത്തോടു കൂടിയതായിട്ടുള്ള സമീപനം വേണ്ടി വരുവാനിടയുണ്ട്. പ്രതികരണശേഷി നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് പലപ്പോഴും മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കാതെ വരും. ആത്മപ്രഭാവത്താൽ പലപ്പോഴും ഏറ്റെടുത്ത കാര്യങ്ങൾ ആത്മപ്രഭാവത്താൽ പല വിധത്തിലുള്ള വിപരീത സാഹചര്യങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും എല്ലാം സമയബന്ധിതമായിട്ട് ഏറ്റെടുത്തുകൊണ്ടും അവലംബിച്ചുകൊണ്ടും ചെയ്തു തീർക്കാൻ അവസരം വന്നു ചേരും. സേവന സാമർഥ്യത്താൽ സർവകാര്യ വിജയം നേടുവാനിടയുണ്ട്. പലപ്പോഴും പുറമേ നിന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ കഴിക്കുന്നവരെ പലർക്കും ഭക്ഷ്യവിഷബാധ ഏൽക്കുവാനിടയുള്ളത് കൊണ്ട് ഒരു പക്ഷേ സ്വല്പം മനസ്സിന് സമാധാനക്കേട് അനുഭവപ്പെടുവാനിട വരും. ബന്ധുക്കളോടൊപ്പം മാർച്ച് ഏപ്രിൽ മാസകാലങ്ങളിൽ പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകളൊക്കെ തയ്യാറാകുവാനും അവരോടൊപ്പം പങ്കുചേരുക എന്ന സങ്കല്പമാണ് എങ്കിൽ പോലും അന്തിമ നിമിഷത്തിൽ അതൊരു നേതൃത്വ സ്ഥാനം വഹിക്കേണ്ടി വരും എന്ന ആത്മവിശ്വാസത്തോടുകൂടി തന്നെ പങ്കുചേരുവാൻ തീരുമാനിക്കുവാനിടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് സ്വന്തമായി നടത്തി വരുന്നവർക്ക് കഴിഞ്ഞ 7-8 മാസമായിട്ട് തുടരെയുള്ള നഷ്ടങ്ങൾ സംഭവിക്കുന്നതിനെ അതിജീവിക്കാൻ കുറച്ചുകൂടി പണം മുതൽ മുടക്കുവാൻ തീരുമാനിക്കുവാനിട വരും. വൈജ്ഞാനികമായിട്ടുള്ള മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കുവാനിടയുണ്ട്. അവഗണിക്കപ്പെട്ട അവസ്ഥാവിശേഷങ്ങൾ പരിഗണിക്കപ്പെടുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. മക്കളുടെ പരിരക്ഷ കൃത്യമായ രീതിയിൽ വന്നു ചേരുന്നത് വഴി ഇനി മുതൽ അവർ പറയുന്ന കാര്യങ്ങളെ സ്വീകരിക്കുവാനും അവരോടൊപ്പം താമസിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകളൊക്കെ ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനും പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ പല വിധത്തിലുള്ള സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് പലപ്പോഴും മാനസികമായിട്ടുള്ള സംഘർഷം അനുഭവപ്പെടും. കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ, പ്രത്യേകിച്ചും അച്ഛനമ്മമാരുടെ കാര്യങ്ങളൊക്കെ തന്നെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരു പക്ഷേ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ചുമതലകളും മേലധികാരി ഏൽപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങളും പ്രസ്ഥാനത്തിൻ്റെ പദ്ധതികളൊക്കെ തന്നെ മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കണം എന്ന ധാരണയോടുകൂടി തന്നെ ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ഈ ഫെബ്രുവരി മാസത്തിൽ മാത്രമല്ല മാർച്ച് മാസത്തിലും ഇങ്ങനെ പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. അതുകൊണ്ട് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക, പുണ്യതീർത്ഥയാത്രകൾ, ആരാധനാലയ ദർശനം ഇവയെല്ലാം തന്നെ മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. അറിവുള്ള വിഷയങ്ങൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി പലരുടെയും മിഥ്യാധാരണകൾ ഒഴിവാകുകയും അതുകൊണ്ട് വളരെ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയുമായിരിക്കാം. പക്ഷേ ഭാവിയിലേക്ക് ഇനിയും അനന്ത സാധ്യതയുള്ള തൊഴിൽ മണ്ഡലങ്ങൾ വന്നു ചേരും എന്ന ആത്മവിശ്വാസത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുവാനുള്ള സാധ്യത കാണുന്നതുമുണ്ട്. തന്നേക്കാൾ ഉയർന്ന പദവിയോടുകൂടി തന്നെ ഒരു ഉദ്യോഗം, പ്രശസ്തി എന്നിവ മക്കൾക്കുണ്ടാകുന്നത് വഴി വളരെ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. അഭിമാനാർഹമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടവരും. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാനുള്ള ആർജവം
വളരെ ആശ്വാസത്തിന് വഴിയൊരുക്കുക മാത്രമല്ല പല കാര്യങ്ങളിലും പ്രവൃത്തി പരിചയം നേടുവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ 2023 ഏപ്രിൽ മാസത്തിൽ തുടങ്ങി വെച്ചതായുള്ള പല പദ്ധതികളും അതിൻ്റെ ഫലം വന്നു തുടങ്ങുകയും അതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകുകയും അതിൻ്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ 6-7 മാസമായിട്ട് ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിരുന്നു. ഏപ്രിൽ മാസത്തോടുകൂടി ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ തക്കവണ്ണം നിർദ്ദേശങ്ങൾ നൽകുവാൻ സാധ്യതയുണ്ട്. പ്രതിസന്ധികളെ തളരാതെ പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസമുണ്ടായിത്തീരും. ബന്ധുവിൻ്റെ ദുരവസ്ഥകൾക്ക് സാമ്പത്തികമായുള്ള സഹായം നൽകുവാനും ഒരു പക്ഷേ ഉദ്യോഗം അല്ലെങ്കിൽ പല കാര്യങ്ങളിലും അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം മുതലായവയൊക്കെ തന്നെ അതിനുവേണ്ടി ക്രമീകരിക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി നിർദ്ദേശങ്ങൾ നൽകുവാനോ അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഗർഭിണികൾക്ക് ഈ ഒരു മാസം നിർബന്ധമായിട്ടും പൂർണ്ണമായിട്ടൊരു വിശ്രമം വേണ്ടി വരും. അശരണരായവർക്ക് അഭയം നൽകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വർഷങ്ങളായിട്ട് അന്യനാട്ടിൽ താമസിക്കുന്ന പലർക്കും ജന്മനാട്ടിൽ വന്ന് സ്വന്തമായിട്ടുള്ള വ്യാപാരം തുടങ്ങിയാലോ എന്ന പല ധാരണകളും ഉണ്ടാവുകയും അതിനെ പറ്റിയിട്ട് അന്വേഷിച്ച് അറിയുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനി മുതൽ ജന്മനാട്ടിൽ പണം മുതൽ മുടക്കിയാൽ അതിൽ നിന്നൊരു പ്രതിഫലം ലഭിക്കുക വളരെ കുറവായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിദേശത്ത് ജോലി തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ മാതാപിതാക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നെല്ലാം തന്നെ വളരെ ആശ്വാസകരമായിട്ടുള്ള സമീപനം വന്നു ചേരുവാനും ഇടയുണ്ട്. ഊഹാപോഹങ്ങൾ പലതും വന്നു ചേരുമെങ്കിൽ പോലും യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാതെ പ്രതികരിക്കരുത്. പലപ്പോഴും നിഷ്കർഷയോടുകൂടിയതായുള്ള സമീപനവും ഭരണ സംവിധാനവും ആയതുകൊണ്ട് ചില ജോലിക്കാരെല്ലാം പിരിഞ്ഞു പോകുവാനുള്ള സാധ്യത കാണുന്നു. ചെലവിനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ വരുത്തി ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾക്ക് തയ്യാറാവുകയും അതായത് പണം മുതൽ മുടക്കിയതിൽ നിന്നും പിന്മാറി പ്രചരണ രീതികളിൽ കൃത്യമായുള്ളൊരു ദിശാബോധത്തോടു കൂടി പ്രയത്നിക്കാനും പ്രവർത്തിക്കാനുമുള്ളൊരവസരത്തിന് വേണ്ടി ഒരു കൃത്യമായുള്ളൊരു രൂപരേഖ തയ്യാറാക്കി ഭരണ സംവിധാനം അവലംബിക്കാൻ അവസരം വന്നു ചേരും. ഇതിലൊരു നേട്ടം ഒരു പക്ഷേ 2-3 കൊല്ലം കഴിയട്ടേ ഉണ്ടാവുള്ളൂ. എന്നിരുന്നാൽ പോലും ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പിന് തക്കവണ്ണം വിപുലമായിട്ടുള്ള പദ്ധതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളിലും ശാസ്ത്രീയ വശമൊക്കെ ശരിയാണെങ്കിൽ പോലും പ്രായോഗികമായിട്ടും പ്രാദേശികമായിട്ട് ആവശ്യകതകൾ കണക്കാക്കി മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം പരാജയം സംഭവിക്കുവാൻ ഇടയുണ്ട്. ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി അനുവർത്തിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടായിത്തീരും. മാസത്തിൻ്റെ 2ാമത്തെ പകുതിയിൽ പണം കടം കൊടുക്കുന്നതും കടം വാങ്ങിക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട്. ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കാൻ അതിന് തക്കവണ്ണമുള്ളൊരു പരീക്ഷയ്ക്ക് ആത്മവിശ്വാസത്തോടുകൂടി തയ്യാറാകുവാൻ സാധ്യതയുണ്ട്. അശുഭചിന്തകൾ ഒഴിവാക്കി ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയതായുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിട വരും. കഫനീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുകയും ഒരുപക്ഷെ നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരുവാനും ഇനി മുതൽ വ്യായാമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും സാധ്യത കാണുന്നു. താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന പലർക്കും അവരുടെ സ്വന്തം ഉള്ള കർമ്മമണ്ഡലങ്ങളിലെ ലോപങ്ങളെ കൊണ്ട് ക്ഷീണാവസ്ഥകൾ വന്നു ചേരുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുവാനും സാധ്യതയുണ്ട്. നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള ഒരു അവസരത്തെ ഒരുപക്ഷെ ഏപ്രിൽ-മെയ് മാസത്തിലായിട്ട് ഉണ്ടാവുള്ളൂ. എന്നിരുന്നാലും ഇങ്ങനെയുള്ള അവസരത്തെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ക്ഷമിക്കാനും സഹിക്കുവാനുമുള്ളൊരു കഴിവും അതിലൊരു സഹിഷ്ണുതയും ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിട വരും. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ 1 വർഷമായിട്ട് ധാരാളം അവസരങ്ങളും അന്വേഷണങ്ങളും വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ ജോലിയോടൊപ്പം ഈ ഒരു പാത പിന്തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഒരുപക്ഷെ
ഇതിൻ്റെ ബന്ധപ്പെട്ടതായിട്ടുള്ള അനുബന്ധമായിട്ടുള്ള ചില പാഠ്യപദ്ധതികളൊക്കെ ചേരുവാനും അവസരങ്ങളുണ്ടാകുവാനും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട്. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ വിവിധോദ്ദേശത്തോടുകൂടി അവധിയെടുക്കുകയും എന്നാൽ ജോലിയോട് ബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളിലെ ഒരു വിഹകമായിട്ടുള്ള വീക്ഷണം, അതിന് ചുമതലകളെല്ലാം തന്നെ ഗൃഹത്തിൽ ഇരുന്ന് കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരും. മേലധികാരികളുടെ തൃപ്തികരമായിട്ടുള്ള സമീപനവും ഇനി ഭാവിയിലേക്ക് ഏപ്രിൽ മാസം മുതൽ വരുന്ന സാമ്പത്തിക വർഷം മുതൽ പുതിയ പദ്ധതി രൂപീകരിക്കുന്നതിന് ഭാഗമായിട്ടുള്ളൊരു സാഹചര്യങ്ങളായിരിക്കാം. ഒരുപക്ഷെ ഫെബ്രുവരി മാസത്തിൽ മാത്രമല്ല, മാർച്ച് മാസത്തിലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം ജോലി സ്ഥലത്ത് പോയിക്കൊണ്ട് മറ്റ് ദിവസങ്ങളിലെല്ലാം തന്നെ ഗൃഹത്തിൽ ഇരുന്നും കൊണ്ട് ചെയ്തുകൊണ്ടൊരു പദ്ധതി ആവിഷ്കരിക്കാൻ രൂപരേഖ തയ്യാറാക്കുവാൻ ഇടയുണ്ട്. വിദഗ്ധരുടെയും അനുഭവജ്ഞാനമുള്ളവരുടെയും നേതൃത്വത്തിൽ പുതിയതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾ ഏറ്റെടുക്കുകയും അതിൽ നിന്നെല്ലാം സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്നത് വഴി ജീവിത നിലവാരം വർദ്ധിച്ചു വരുന്നു. ഇതിൻ്റെ വെളിച്ചത്തിൽ കൂടുതൽ സൗകര്യമുള്ള ഗൃഹം വാങ്ങുവാനായിട്ട് അന്വേഷണം ആരംഭിക്കുവാനും തൃപ്തികരമായിട്ടുള്ളൊരു ഗൃഹസമുച്ചയത്തിലെ, അതായത് ഫ്ലാറ്റ് സമുച്ചയത്തിലൊരു വീടാണ് എന്നിരുന്നാൽ പോലും തീർച്ചയായിട്ടും തികച്ചും അവിചാരിതമായിട്ട് തന്നെ വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം അതിൽ നിന്നും ഒരു വീട് തിരഞ്ഞെടുക്കുവാനും പ്രാഥമിക സംഖ്യ കൊടുത്ത് പണി ചെയ്തു വരുന്ന ഗൃഹമായിരിക്കാം. പൂർണ്ണതയിലെത്തുക 5-6 മാസത്തിന് ശേഷം ഉണ്ടാവുള്ളൂ. എന്നിരുന്നാൽ പോലും വാങ്ങിക്കുവാനുള്ള തീരുമാനത്തിന് സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറവുള്ള കർമ്മമണ്ഡലങ്ങളായതുകൊണ്ട് പല വിധത്തിലെ കരാർ ജോലിയിൽ നിന്ന് പിന്മാറുവാനുള്ള സാധ്യത കാണുന്നു. പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് പല കാര്യങ്ങളിലും വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നതിനാൽ അവരുടെ അല്ലെങ്കിൽ ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശസ്സുകളോടുകൂടി എല്ലാം ശുഭപരിസമാപ്തിയിൽ എത്തിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ഭക്ഷണ ക്രമീകരണങ്ങളിലുള്ള ചില അപാകതകളെ കൊണ്ട് മിക്ക ദിവസവും ദുസ്വപ്ന ദർശനം ഉണ്ടാവുകയും മനസ്സിന് സ്വല്പം ആധി വർദ്ധിക്കുവാനും സാധ്യതയുണ്ട്. പരമപ്രധാനമായിട്ടുള്ള പല വിഷയങ്ങളും മറന്നു പോകുവാനിടയുള്ളത് കൊണ്ട് എല്ലാം എഴുതി വെച്ചുകൊണ്ടും മനനം ചെയ്തുകൊണ്ടും എല്ലാ കാര്യങ്ങളെയും അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരു പക്ഷേ മനസ്സിന് സ്വല്പം സമാധാനക്കേട് ഉണ്ടാവാം. പക്ഷെ എല്ലാം ശുഭപരിസമാപ്തിയിലെത്തിക്കുവാനും പ്രതീക്ഷിച്ചതിലുപരി ഭംഗിയായിട്ട് അവതരിപ്പിക്കാനും സാധ്യത കാണുന്നതുമുണ്ട്. പരമപ്രധാനമായിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് എല്ലാ മേഖലകളെപ്പറ്റിയും ചിന്തിച്ചുകൊണ്ട് അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഉടമസ്ഥരിൽ നിന്നും അനുകൂലമായിട്ടുള്ള അനുമോദനങ്ങൾ വന്നു ചേരും. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വന്തം വ്യവസായ സ്ഥാപനത്തിൽ അത്ര തന്നെ ഗുണനിലവാരം ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഉൽപ്പന്നങ്ങൾ മറ്റ് ചില സ്ഥാപനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുവാനും ഒരുപക്ഷെ നിലവിൽ ജോലിക്കാരെ നിലനിർത്തിക്കൊണ്ടുള്ളതിനേക്കാൾ സ്വല്പം കൂടി വില കുറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഉൽപ്പാദന ചെലവ് കുറഞ്ഞുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ അവസരം വന്നു ചേരുന്നത് വഴി ഒരുപക്ഷെ ആശ്ചര്യം അനുഭവപ്പെടുവാനിട വരും. ഇതിൻ്റെ വെളിച്ചത്തിൽ 5-6 മാസത്തിന് ശേഷം ഈ വ്യവസായങ്ങളെല്ലാം വിൽപ്പന ചെയ്ത് വ്യാപാര മേഖല ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനൊരു തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. ചിരകാലാഭിലാഷപ്രാപ്തിയായ വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കും. മറ്റു ചില വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. സത്യസന്ധവും നീതിയുക്തവുമായുള്ള സമീപനം സർവകാര്യ വിജയങ്ങൾക്കും വഴിയൊരുക്കുവാൻ അവസരം വന്നു ചേരും. പലപ്പോഴും ജീവിത പങ്കാളിയുടെ സമയോചിതമായിട്ടുള്ള ഇടപെടലുകളെ കൊണ്ട് പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടവരും. ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളിലും പ്രതിഫലം ലഭിക്കുക വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ കാലതാമസം ഉണ്ടാകും. എന്നാൽ എല്ലാം തന്നെ മംഗളകരമാക്കി തീർക്കുവാനും സമയബന്ധിതമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അവലംബിക്കാനും സാധിക്കും എന്ന
ഉത്തമ വിശ്വാസത്തോടു കൂടി തന്നെ എല്ലാം ഏറ്റെടുക്കുവാനുള്ള സാധ്യത കാണുന്നതുമുണ്ട്. വാസ്തവ വിരുദ്ധമായുള്ള പല തോന്നലുകളും ഒഴിവാക്കുവാനായിട്ട് യോഗയും പ്രാണായാമം ശീലിക്കും. കുറച്ച് ഈശ്വര പ്രാർത്ഥനകൾക്കും മന്ത്രോപാസനകൾക്കും സമയം കണ്ടെത്തുവാൻ അവസരം വന്നു ചേരും. അവധിയെടുത്ത് പുണ്യതീർത്ഥ യാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ഒരു പക്ഷേ അതിൽ നിന്നും ഒരു പ്രത്യേകിച്ചൊരു നേട്ടമൊന്നുമില്ലാത്തതുകൊണ്ടും ഒരു പക്ഷേ ഈ സമയം അനാവശ്യമായിട്ട് ചെലവഴിക്കുക എന്ന ധാരണയുള്ളതുകൊണ്ടും പലപ്പോഴും കാലത്തിൻ്റെയും പ്രായത്തിൻ്റെയും ആധിക്യം മനസ്സിലാക്കിക്കൊണ്ട് യുക്തിപൂർവ്വം പെരുമാറുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് വൻ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് കാർഷികമായിട്ടുള്ള മേഖലയിൽ അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി ഇനി താരതമ്യേന ചെലവ് കുറച്ചുകൊണ്ടും ദീർഘകാല വിളകൾക്ക് അനുസൃതമായിട്ടുള്ളതും ആയിട്ടുള്ളൊരു കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാനോ ഒരു പക്ഷേ ഏപ്രിൽ മെയ് മാസമായിട്ട് തുടക്കം കുറിക്കാൻ സാധ്യതയുള്ളൂ. എന്നിരുന്നാൽ പോലും അതിനുള്ള പ്രാരംഭപരമായിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഒരു പക്ഷേ കൂടുതൽ ഭൂമി പാട്ടത്തിനെടുക്കുവാനും കൃഷി വകുപ്പിൻ്റെ പൂർണ്ണ പിന്തുണയും സമാന ചിന്താഗതിയിലുള്ളവരുടെ സാമ്പത്തികമായിട്ടുള്ള സഹായവും ഇതിനെല്ലാം ഉപരിയായിട്ട് ഒരു കർഷകൻ്റെ പൂർണ്ണമായിട്ടുള്ള മേൽനോട്ടവും വഹിക്കത്തക്ക വിധത്തിലുള്ളൊരു സാഹചര്യങ്ങളായതുകൊണ്ട് അതിനുവേണ്ടി തയ്യാറാകുവാൻ ഇടയുണ്ട്. കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കാൻ സാധ്യത കാണുന്നു. ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ വന്നു ചേരുന്നത് വഴി ആശ്വാസമുണ്ടായിത്തീരും. വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസം സകുടുംബം സ്ഥിരതാമസമാക്കുന്നതിനുള്ളൊരു അപേക്ഷകളിൽ അന്തിമമായിട്ട് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസമുണ്ടായിത്തീരും. ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ വിദേശത്ത് എത്തിച്ചേരണം എന്ന ധാരണയുണ്ടാകും. ഒരുപക്ഷെ പല വിധത്തിലുള്ള ഊഹാപോഹങ്ങളും ആ രാജ്യത്തിൽ വന്നു ചേരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോകണമോ എന്നൊരു സംശയാസ്പദമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. എന്നാൽ പോവുക തന്നെയാണ് ഭാവിയിലേക്ക് ഗുണകരമായി തീരുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതായത് നടത്തി വരുന്ന അല്ലെങ്കിൽ ചെയ്തു വരുന്ന ജോലി ഈ ഒരു പ്രൊഫഷണലായിട്ടുള്ള ആ ഒരു ജോലിയിൽ പ്രത്യേകിച്ച് കോട്ടങ്ങളൊന്നും ഉണ്ടാവുകയില്ല, നേട്ടങ്ങളുണ്ടാവും, ആവശ്യകതയുണ്ടാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോകുവാൻ തന്നെ തീരുമാനിക്കുവാനും ഈ രേവതി നക്ഷത്രക്കാർക്ക് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.